പക്ഷെ പവർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിന്റെ ഇടയിൽ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന വാല്യൂസ് യൂത്ത് നഷ്ടപ്പെടുത്തി കളയുന്നത് വലിയ പ്രശ്നമാണ്. പൊതുജീവിതം പോലെ തന്നെ സംക്ഷിപ്തമായിരിക്കണം വ്യക്തി ജീവിതം. ഓർത്ത ചിരിക്കാൻ പറ്റും എന്നൊരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കഴുത്തേലോട്ട് ഇട്ടോ എന്റെ ഭാര്യ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു എന്റെ ഭർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു പൊളിറ്റിക്കൽ ഗുരുവായിട്ട് കണ്ടിരുന്ന ആള് അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. കാലുമാറി ചെന്നാൽ കേന്ദ്രത്തിൽ മന്ത്രിയാക്കാന്ന് പറഞ്ഞപ്പം വരത്തില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ പബ്ലിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. സാറിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും കിട്ടിയ ഒരു ആദ്യ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ടി തോമസ് അച്ഛന്റെ മകൻ അച്ഛനായി വരേണ്ട ആളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കോളേജ് യൂണിയൻ തോറ്റുപോയി. അർത്തമസഭയെ ദൈവം കൈവിട്ടിട്ടില്ലെന്ന് ഇപ്പം മനസ്സിലാക്കും. ഹാപ്പി വൈ യൂത്ത് തന്നെ. ലാസ്റ്റ് കണ്ട സിനിമ ഏതായിരിക്കും? ക്ലാസ്സിലുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പബ്ലിക് മാനാണ്. തലവെല്ലാം ഉള്ള കാലത്തെ പടമാണ്. എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ ഉള്ളിൽ. ഹലോ, ഞാൻ ജിൻസി ജിതിൻ. വെൽക്കം ടു ഓഫ് ബീറ്റ് മൊമെന്റ്സ്. ഇന്ന് ഓഫ് ബീറ്റ് മൊമെന്റ്സിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കേരള രാഷ്ട്രീയ രംഗത്ത് ജീവിത മൂല്യങ്ങളും ശുദ്ധതയും മുറുകെ പിടിച്ച് വർഷങ്ങളെ നിലകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള സർക്കാരിന്റെ വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററായും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായും ഇപ്പോൾ നമ്മുടെ തിരുവല്ലയുടെ MLA-യുമായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. വെൽക്കം ടു ദി ഷോ. തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ചൂട് പിടിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കും. നല്ല ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പും ആ ടെൻഷൻസും ഒക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് കുറച്ചു നേരം നമ്മുടെ ജീവിതവും പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഹാപ്പി വൈബില് നമുക്ക് പോവാം. തെരഞ്ഞെടുപ്പ് ഹാപ്പി വൈബ് തന്നെയാണ്. ആണല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചു പഴയ കാലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ പുതുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു സന്തോഷം വരില്ലേ? സാറിന് സാക്ഷാത്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ നടന്നു എന്നല്ലേ സാറിന് ഈ എന്റെ സ്വപ്നം നടന്നു എന്ന് തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ ഉറക്കത്തിൽ കാണുന്ന ഒരു സംഭവമല്ലല്ലോ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അംബീഷനാണ്. ഞാനൊരു പൊളിറ്റിക്കൽ വർക്കറായി വരണം എന്നാണ് ആഗ്രഹിച്ചത്. MLA ആവും മന്ത്രിയാവും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ അപ്രതീക്ഷിതമാണ്. ഒരു പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി അതിനപ്പുറത്തേക്ക് എത്തി എന്നുള്ളത് ഒരു നിയോഗം പോലെ സ്വീകരിച്ചിട്ടുണ്ട്. അതായിരുന്നു സാറിന്റെ സ്വപ്നം. ആളുകൾക്ക് നല്ലപോലെ വർക്ക് ചെയ്ത് ആളുകളെ സംഘടിപ്പിച്ച് നടക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ സാർ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴുണ്ട്. സാർ ഏത് സ്കൂളിലാണ് പഠിച്ചത് ശരിക്കും? ഞാന് റെജിന മുണ്ടി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ഇവിടെ അടുത്താണ്. എന്റെ പഴയ പേര് ഞങ്ങളൊക്കെ മിണ്ടാപ്പടം എന്ന് പറയത്തുള്ളായിരുന്നു. ഇവിടെയാണ് കിൻഡർ ഗാർഡൻ പഠിച്ചത്. പിന്നെ SC സ്കൂളിന്റെ താഴെ ഒരു അവിടെ പഠിച്ചു. അതിനുശേഷം SCS-ലാണ് പഠിച്ചത്. SCS-ലാണ് സാറിന്റെ സ്കൂൾ കാലഘട്ടം. കോളേജ് എനിക്കൊന്ന് എല്ലാവർക്കും അറിയാം, ഫെമിലിയർ ആണ്. മർത്തോമ കോളേജിലാണ് എന്നുള്ളത് നമുക്കറിയാം. മർത്തോമ കോളേജിൽ ഏതായിരുന്നു സാർ എടുത്ത ഗ്രൂപ്പ്? സാർ ഏതായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. പിന്നെ BSc മാത്സ് ചെയ്തു. BSc മാത്സ് ആണോ? പിന്നെ MSc മാത്സ് ചെയ്തു. MSc പാസ്സായില്ല. MSc പരീക്ഷ എഴുതിയില്ല. ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയ തലയ്ക്ക് വിളിച്ചു. ആ ഒരു കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു? സ്കൂൾ കോളേജ് കാലഘട്ടം തന്നെ പറയാം. കോളേജില് എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുമായിരുന്നു. ഇപ്പൊ അവിടുത്തെ നാഷണൽ സർവീസ് സ്കീം, ബ്രെയിൻസ് ട്രസ്റ്റ്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇന്നത്തെ പോലത്തെ ക്യാമ്പസ് അല്ല. 10,500 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ 2 തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഒരു തവണ തോറ്റിട്ടുണ്ട്. കോളേജ് ചെയർമാനായിട്ട് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയമാണ് എന്നെ പബ്ലിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അധികം അവിടെ ആക്ടിവിറ്റീസ് ആയിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അടിച്ചിങ്ങനെ നടക്കലല്ല. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക. NSS ക്യാമ്പ് നടത്തുക, റീസസിന്റെ ഒരു ഡിസ്കഷൻ നടത്തുക, അടുത്ത ആഴ്ച വേറെ ഡിസ്കഷൻ നടത്തുക, അത് സംഘടിപ്പിക്കുക, അതിനാളെ കൂട്ടുക. അങ്ങനെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അന്ന് മുതലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, ഞാനല്ല പറയേണ്ടത്, വിലയിരുത്തുന്ന ആളുകളാണ്. കോളേജ് യൂണിയന്റെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലും കൗൺസിലായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആദ്യത്തെ കൗൺസിലും ഞാൻ അംഗമായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയനിൽ പോയിരുന്നു. ചെയർമാൻഷിപ്പിൽ മത്സരിച്ച് ചെറിയ ഉണ്ടാണ് അന്ന് തോറ്റ. ഈ തോൽവികളെ എങ്ങനെയാണ് എടുക്കുന്നത്? ശരിക്കും നമ്മൾ വിജയം അടിപൊളിയാണ്. പക്ഷെ അല്ല, ഞാൻ തോറ്റഴിഞ്ഞിട്ട് ജയിച്ചാക്ക് കൈ കൊടുത്ത് പിറ്റേ ദിവസം പരസ്യമായി മാലയിട്ടാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. ജയിച്ച ആൾ സാറ് പോയി മാലയൊക്കെ ഇട്ട് അത്ര വളരെ ഈസി ആയിട്ടൊക്കെയാണ് തോൽവികളെ എടുത്തിരിക്കുന്നത്. അതും ഒരു ഹാപ്പിയാണ്. അതും ഓഫ് കോഴ്സ് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ എപ്പോഴും ജയിക്കാൻ പറ്റുമോ? ഇല്ല. ഈ മർത്തോമ കോളേജ് എത്രത്തോളം ലൈഫിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? എന്റെ പബ്ലിക് ലൈഫ് രൂപപ്പെട്ട് മർത്തോമ കോളേജിലാണ്. ഞാൻ ഈ ഇത്തരം സംഘടനകള് വിദ്യാർത്ഥി ജനത എന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങി.
കേരള KVJ എന്നാണ് അന്ന് വളരെ പ്രബലമായ ഒരു സംഘടനയായിരുന്നു. 1977 കേന്ദ്രത്തിൽ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വലിയ മുന്നേറ്റമായിട്ട് വരികയായിരുന്നു കേരള വിദ്യാർത്ഥി എന്ന സംഘടന. അതിലംഗമായി തുടങ്ങിയതാണ്. അതിന് പിന്നീട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി. എല്ലാം ഈ പൊളിറ്റിക്സുമായിട്ട് അങ്ങ് ഭയങ്കര കണക്റ്റഡ് ആണല്ലേ സാറിന്? ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഫ്രണ്ട്സ് ക്ലാസ്സിൽ എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും നല്ല ബന്ധമാണ് ക്ലാസ്മേറ്റ്സുമായിട്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. ഗ്യാങ് ആയിട്ടില്ല, എല്ലാവരും ഒരുപോലെ. എല്ലാവരും ഞാൻ ഈ മറ്റേ ആക്ടിവിറ്റീസിൽ വളരെ സജീവമായിരുന്നതുകൊണ്ട് തെരഞ്ഞെടുത്ത ഫ്രണ്ട്സ് എന്ന് പറയാനൊന്നുമില്ല. എല്ലാവരും ക്ലാസ്സിലുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴും ആ ബന്ധം റീയൂണിയൻ ഒക്കെ നടക്കാറുണ്ടോ? ഉണ്ട്. 2009 തൊട്ട് തുടർച്ചയായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചാളായി. അടുത്ത സമയത്ത് 1-2 പേര് മരണപ്പെട്ടു. ആ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുമിച്ച് വന്നു. ശരിക്കും ഞാൻ കുറച്ചുകൂടെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിൽ കയറാതിരുന്നിട്ടുണ്ട്. കട്ടിയല്ല, മിക്കവാറും അത് ടീച്ചേഴ്സിന്റെ ഒരു മൗനാനുവാദം ഉണ്ട് എനിക്ക് മറ്റേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതുകൊണ്ട്. ചുമ്മാ ഇരിക്കത്തില്ല, കട്ട് ചെയ്ത് വെറുതെ പോയി ഇരിക്കത്തില്ല. സ്റ്റുഡിയോസ് ആയിരുന്നു പഠിക്കാനൊക്കെ. എനിക്ക് സ്റ്റുഡിയോസ് ആയിരുന്നു, പക്ഷെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അന്ന് MSc എഴുതിയില്ല. BSc ഫൈനൽ ഇയറിലെ സമയത്താണ് തിരുവല്ലയിൽ ഒരു ഇലക്ഷൻ നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓഫീസിന്റെ ചുമതല എനിക്കായിരുന്നു. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞാണ് എഴുതിയത്. പക്ഷെ എഴുതിയപ്പോൾ എനിക്ക് 98% മാർക്കോടുകൂടിയാണ് ഞാൻ BSc മാത്സ് പാസ്സായത്. 98% മാർക്കോടുകൂടി BSc പാസ്സായി. MScക്ക് ജോയിൻ ചെയ്തിട്ട് MScക്ക് പഠിക്കുമ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ വന്നു. 84 പാർലമെന്റ് ഇലക്ഷനിൽ ചെങ്ങന്നൂർ ഓഫീസിന്റെ ചാർജ് എടുത്ത് പിന്നെ ഞാൻ MSc കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റേതായ എന്തെങ്കിലും ചിലപ്പോ പരീക്ഷ എഴുതണമൊക്കെ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ ലൈഫിൽ അതൊരു വലിയ പാർട്ടായിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ LLBക്ക് പോയി ജോയിൻ ചെയ്തത്. നമുക്കെല്ലാം ഈ ലൈഫിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ വണ്ടി, ആദ്യത്തെ വീട്, അതൊക്കെ നമുക്കൊരു കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അതുപോലെ നമുക്കൊരു സാറിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും കിട്ടിയ ഒരു ആദ്യ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രസംഗമായിരുന്നു സാറിന്റെ മത്സരങ്ങളിലായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജ് ഫിയർ, അന്നേരം എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഈ സ്റ്റേജ് ആദ്യത്തെ ഒരു സ്റ്റേജ് നമുക്കൊരു ടെൻഷൻ ഒക്കെ ഉണ്ടാവില്ല? എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിട്ടില്ല. കുട്ടി 5ാം ക്ലാസ്സിൽ തന്നെ ഞാൻ പ്രസംഗ മത്സരങ്ങളിൽ അന്നൊക്കെ കാണാൻ പഠിച്ചാ പോകുന്നത്. അങ്ങനെ കാണാൻ പഠിച്ച് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് വല്ല വാചകം വിട്ടുപോയാൽ ഓർക്കാനുള്ളൊരു ടെൻഷൻ എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് സ്റ്റേജ് ഫ്രൈറ്റ് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. വലിയ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നൊരു പ്രശ്നം. അതായിരുന്നു സാറിന്റെ ഒരു മെയിൻ ഈ പ്രസംഗം അതൊക്കെ അല്ല, മറ്റെന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നില്ല. പോയി ഞാൻ ക്വയറിൽ പാട്ട് പാടുമായിരുന്നു. SC പള്ളിയുടെ ക്വയറിലെ മെമ്പറായിരുന്നു. SC പള്ളിയുടെ ക്വയറിൽ വർഷങ്ങൾ പാട്ട് പാടിയ ആളാണ്. പന്ത് കളിക്കുമായിരുന്നു. ബാസ്കറ്റ്ബോൾ ടീമിലുണ്ടായിരുന്നു, വോളിബോൾ ടീമിലുണ്ടായിരുന്നു. അതൊക്കെ വിട്ടുപോയി. അതൊക്കെ പാട്ടും ഒക്കെ ലൈഫിൽ നിന്ന് വിട്ടുപോയോ? 87 ആദ്യ ഇലക്ഷൻ MLA ശേഷം പാടാൻ പറ്റിയിട്ടില്ല. അല്ല, പിന്നീട് ഇപ്പം നമ്മൾ ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ നല്ല തിരക്കേറിയ ഒരു ലൈഫ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് സാറ് ഇപ്പം റാദർ ദാൻ പൊളിറ്റിക്സ് നമുക്ക് അല്ലാണ്ട് നോക്കുമ്പോൾ എന്തായിരിക്കും സാറ് കുറച്ചു കൂടുതൽ ഇപ്പം സ്ട്രെസ് ഒരു പരിധിക്കകത്ത് കൂടുതൽ തലയിലോട്ട് എടുത്ത് വെക്കാറില്ല. എല്ലാവർക്കും കാണില്ല, എനിക്ക് സ്ട്രെസ് വരുമ്പോൾ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ സിനിമ കാണാൻ ഇഷ്ടമാണ്. ഞാന് പന്ത് കളി കാണും വൈകുന്നേരം. അത് സ്ട്രെസ് ഉള്ളപ്പോഴല്ല, വൈകുന്നേരം നല്ല ഫുട്ബോൾ മാച്ചസ് ഉണ്ടെങ്കിൽ, നല്ല ടീമിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ കാണും. സിനിമ ആരാധകനൊന്നും അല്ല. സിനിമ കാണല് വളരെ കുറവാണ്. അപ്പൊ പിന്നെ ലാസ്റ്റ് കണ്ട സിനിമ ഏതായിരിക്കും? ലോകയൊക്കെ കണ്ടു. അപ്പൊ അപ്ഡേറ്റഡ് ആണ്, കാണത്തില്ലെന്ന് പറയല എല്ലാം കാര്യം. അവസാനം അത് 3-4 കൊല്ലം കൊണ്ടാണ് ഒരു സിനിമ കാണാൻ പോയത്. ഓക്കെ, ഞാൻ വിചാരിച്ചു പറ്റും അതൊക്കെ അതിന് എന്നാലും സമയം കിട്ടല് പാടായിരിക്കും അല്ലേ? ഈ അങ്ങനെ സിനിമ അധികം ആസ്വദിക്കാറില്ല. അതുകൊണ്ട് പാട്ടുകളും ഒന്നും ആസ്വദിക്കാറില്ല. പാട്ട് കേൾക്കാറുണ്ട്. ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് കംഫർട്ടബിൾ ഫുഡ്? എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയും പയറുമാണ്. രാവിലെ പഴങ്കഞ്ഞിയാണ്. അത് കഴിക്കാൻ ഈ ഷുഗർ ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് പഴങ്കഞ്ഞി അധികം കഴിക്കാറില്ല. കപ്പ ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് മധുരങ്ങളെല്ലാം ഒഴിവാക്കാം. പക്ഷെ എനിക്ക് കപ്പ, ചക്ക, മാങ്ങ പിന്നെ ഒഴിവാക്കും. അല്ലാതെ ഈ പുതിയ കാലഘട്ടത്തിലെ ഫുഡൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ല. കഴിക്കാറുണ്ട് എന്നേ ഉള്ളൂ, അപൂർവ്വം. അതിനോട് വലിയ ക്രേസ് ഒന്നുമില്ല. രാഷ്ട്രീയ തിരക്കെന്നേ പറയുന്നുള്ളൂ. ആ ഒരു ടൈമില് ഫാമിലി മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ഫാമിലിയായിട്ട് കൂടുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. MLA ആയിരിക്കുമ്പോഴേ പോകാൻ കഴിച്ചത്. അപ്പോ സ്വാഭാവികമായും ഒരു പരിധി കൂടുതൽ എന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ സമയം ഫാമിലിയോടൊപ്പം ചെലവഴിക്കാറുണ്ട്. വീട്ടിൽ എന്റെ പിതാവുണ്ട്. പിതാവിന്
ഇതിന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ എപ്പോഴും ഹെൽത്തി ഹെൽത്തി പള്ളിയിലൊക്കെ പള്ളിയിൽ എപ്പോഴും പള്ളിയില് ഉണ്ട്. പള്ളിയിൽ പോവും. കുർബാനയൊന്നും ജോലിയില്ല. ഇടവക അങ്ങനെ ഉണ്ട്? ഇല്ല. 6 വയസ്സായി. ഓ, അത്രയായല്ലേ. വൈഫ് വൈഫ് ഒരു കോളേജ് അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. എവിടെയായിരുന്നു? ഏത് കോളേജിലായിരുന്നു? ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. ഓ, ഇപ്പൊ രാജഗിരി കോളേജ് ഓഫ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിൽ പഠിപ്പിക്കുന്ന ഒരു HOD ആയിട്ട് വരുന്നു. ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് ഉള്ളതാണ്. മക്കളൊക്കെ? മക്കൾ 2 പെൺകുട്ടികൾ. ഒരാള് ബാംഗ്ലൂരിലാണ്, ഒരു സ്വകാര്യ കമ്പനി വർക്ക് ചെയ്യുന്നു. ഇളയവിളി ജാർഖണ്ഡിൽ സോഷ്യൽ സർവീസിലായിരുന്നു. ഇപ്പൊ അവള് അവിടുന്ന് തിരിച്ചു വന്ന് മറ്റു ചില ജോലികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 5 വർഷം ജാർഖണ്ഡ് എന്ന സ്ഥലത്ത് അവിടുത്തെ ഗുംല എന്ന ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ഒരു പ്രദേശത്ത് സോഷ്യൽ വർക്ക്. ഈ കോളേജില് നമുക്ക് പഠിപ്പിച്ച ഇപ്പൊ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും ചോദിച്ചു, ഈ പഠിപ്പിച്ച അധ്യാപകരെ ആരെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെ എല്ലാരും ഓർമ്മയുണ്ട്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത അങ്ങനെ അധ്യാപകർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എല്ലാ അധ്യാപകരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ചെറുപ്പം മുതൽ ഈ മാത്സിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് മാത്സിലെ അധ്യാപകരുടെ ഒക്കെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നായിരിക്കുമല്ലോ. മാത്സിൽ എനിക്ക് ഫുൾ മാർക്കായിരുന്നു ആദ്യത്തെ വർഷങ്ങളൊക്കെ. 100 തന്നെ കിട്ടുമായിരുന്നു. ലാസ്റ്റ് ഇയറിൽ തന്നെ 600-ൽ 586 മാർക്കോടുകൂടിയാ പാസ്സാകുന്നത്. പൊതുവെ എല്ലാവർക്കും മാത്സിനോട് ഒരു ഭയങ്കര പേടിയാണ്. അപ്പൊ അതിങ്ങനെ ഈ മാത്സിൽ ഇത്രയും എന്തോ പണ്ടുതൊട്ടേ ഒരു അല്ല, ചിലർക്ക് ചില ടീച്ചേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ആവും. അപ്പൊ അതുകൊണ്ട് വല്ലതും അങ്ങനെ പറയാനില്ല. മാത്സ് കണക്കൂട്ടുന്ന ഇഷ്ടമായിരുന്നു. ഇപ്പം നമുക്ക് ഈ മാത്സ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കുമ്പോഴും മാത്സ് നമ്മുടെ ഒരു ബേസാണ്. ഇപ്പൊ വണ്ടി വാങ്ങിക്കുമ്പം അതിന്റെ കഴിഞ്ഞ നാളുകളെ വിലയേക്കാൾ എത്ര % കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു ബസ് KSRTC ചാർജുള്ളപ്പോഴേ പറഞ്ഞ ഒരു ബസ് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവന്നു. ബസ് ഫെയർ നിശ്ചയിക്കുന്നതിന് ചില ഇൻഡെക്സുകളുണ്ട്. ഈ ഒരു ഗണിതശാസ്ത്രമില്ലാതെ നമ്മുടെ ലൈഫില്ല. ഇത്രയും നാളത്തെ ഈ പൊളിറ്റിക്കൽ ലൈഫിൽ ഇപ്പം പറഞ്ഞല്ലോ, കോളേജ് ആ ഒരു ടൈം മുതലേ പൊളിറ്റിക്കൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്താണല്ലോ. അപ്പൊ ഇത്രയും നാളത്തെ ഈ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ സാർ ഉണ്ടായിരിക്കുന്ന ഒരു മറക്കാനാവാത്ത ഒരു രസകരം ഒരു ഫണ്ണി മൊമെന്റ്, അല്ലെങ്കിൽ ഒരു ഓർത്ത ചിരിക്കാൻ പറ്റും എന്നൊരു മൊമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിരിക്കാൻ പറ്റുന്ന ഫണ്ണി മൊമെന്റ് ഒത്തിരി കാണുമല്ലോ. ഇലക്ഷൻ വോട്ട് ചോദിക്കുമ്പോഴാണല്ലോ വലിയ രസം. അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണി മൊമെന്റ്? വോട്ട് ചെയ്ത് ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിനിടയ്ക്ക് ഒരു സ്ത്രീ മാലയുമായിട്ട് വന്ന് കൈ പിടിച്ചിങ്ങനെ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കഴുത്തേലോട്ട് ഇട്ടോ, എന്റെ ഭാര്യ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു എന്റെ ഭർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, രസമുള്ള കാര്യമുണ്ട്. വോട്ട് ചോദിച്ച് ഈ നമ്മുടെ അതിഥി തൊഴിലാളികളോട്, അവരൊക്കെ ഇവിടെ വോട്ടില്ല നിൽക്കുന്ന കണ്ട് കവലയിൽ പോയി ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ല. അവർക്ക് പറയാൻ പറ്റും, അവര് ഹിന്ദിയിലെന്തോ പറയും. അതെ, അതുപോലത്തെ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഇതായിരിക്കും, വോട്ട് ചോദിക്കുന്ന ടൈമിലായിരിക്കും ഈ കൂടെ ഉള്ളവർക്കും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അല്ലാതെ രസമുണ്ട്. യൂത്ത് ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്സിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോ അവർക്ക് സാർ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാർ എന്തായിരിക്കും? ഞാന് 25ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. ഞാനാണ് കേരളത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ MLA ആയത്. എന്നേക്കാൾ കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ ഇതുവരെ ആരുമായിട്ട്, ഇന്ത്യയിലും മറ്റൊരാൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ ഞാനൊന്നും MLA ആകാൻ വേണ്ടി രാഷ്ട്രപ്രവർത്തനം ആരംഭിച്ചതല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂത്ത്സിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ പവർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിന്റെ ഇടയിൽ പലപ്പോഴും അവര് ഒരു ഉയർത്തിപ്പിടിക്കേണ്ടുന്ന വാല്യൂസ് യൂത്ത് നഷ്ടപ്പെടുത്തി കളയുന്നത് വലിയ പ്രശ്നമാണ്. അപ്പോ സൊസൈറ്റി ഒത്തിരി മാറിയിട്ടുണ്ട്, സർക്കംസ്റ്റൻസസ് മാറിയിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ തന്നെ എല്ലാം അതേപടി പോകണം എന്നൊന്നും വശി പിടിക്കാൻ പാടില്ല. ചേഞ്ചസ് ഉണ്ടാവണം. പക്ഷെ ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസില് സാക്രിഫൈസ് ചെയ്യാതെ പോകാൻ നമ്മുടെ യുവജനങ്ങൾക്ക് കഴിയണം. എന്നാൽ മാത്രമേ പൊതുപ്രവർത്തകരായി മാറും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പൊതുപ്രവർത്തകർ, ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, അവരുടെ പൊതുജീവിതം പോലെ തന്നെ സംക്ഷിപ്തമായിരിക്കണം വ്യക്തി ജീവിതം. അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ട്. സാർ അങ്ങനെ ലൈഫ് ലോങ് ഇത്രയും നാളും കീപ്പ് ചെയ്ത ഒരു മൂല്യം, ഒരു വാല്യൂ എന്ന് പറയില്ല ഇപ്പൊ ഇതിലുള്ളത്, അതെന്തായിരിക്കും? ഞാനൊരു പബ്ലിക് ഫിഗർ അല്ലേ, അപ്പൊ ഞാൻ എന്റെ മൂല്യത്തെ പറ്റി ഞാനല്ല പറയേണ്ടത്, ആളുകളാണ് പറയുന്നത്. എന്നാലും സാറിന് സ്വയം തോന്നിട്ടില്ല ഞാൻ ഇന്ന കാര്യങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞാൻ ബേസിക് ആയിട്ടുള്ളത് പാർട്ടി എപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്ന ഒരാളാണ്. അപ്പൊ 2 തവണ എന്നോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. 2 തവണയും വേണമെങ്കിൽ രാജിവെക്കാതിരിക്കായിരുന്നു.
പക്ഷെ പറഞ്ഞ ആ നിമിഷം തന്നെ 2 തവണ രാജിവെച്ചു. റെസ്പെക്ട് കൊടുത്തു. പിന്നെ ഒരിക്കലും പവർ ക്രേസി ആയിരുന്നില്ല ആ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചേ കൂടെ. ഞാനെപ്പോഴും എടുക്കുന്ന സ്റ്റാൻഡ്, നിങ്ങള് എപ്പോഴും അത് നിയമസഭാ സ്പീക്കറായിരുന്ന ജി കാർത്തികേയന്റെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു 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 ഉദാഹരണമാണ്, നമ്മൾ ഒരിക്കലും ഈ മേലേക്ക് നോക്കരുത്. മേലേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാൾ അനർഹരായ ആളുകൾ മുകളിലുണ്ടെന്ന് നമുക്കൊരു തോന്നും. താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെക്കാൾ അർഹരായ ആളുകൾ നമ്മുടെ താഴെ കിടപ്പുണ്ടാവും. ഓ, അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഒരു വാല്യൂ എത്തിയെടുത്ത് സംതൃപ്തമായി ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക. ഓ, അതാ ഇപ്പൊ ഈ ലൈഫിൽ ഇപ്പൊ ഒരു രാഷ്ട്രീയ ഒരു ഇതിലും സാറ് കേട്ടിരിക്കുന്ന ഒരു ഉപദേശം സാറിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ കുറെ ഉപദേശങ്ങള്. ഇപ്പം ഈ വളർന്നു വരുന്ന ഈ സാഹചര്യങ്ങൾ ഇപ്പം ഫ്രം ഒരു കോളേജ് ലൈഫ് മുതൽ ഇപ്പൊ വരെ ഇപ്പൊ സാറിന് ആരെങ്കിലും ഒരു ഉപദേശം തന്നിട്ടായിരിക്കും. സാറിന് ഒരു ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ഇപ്പൊ ഇൻഫ്ലുവൻസ്ഡ് ബുക്ക് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ കൂടി സാറിന് ഇങ്ങനെ കേട്ട് ഇത് കൊള്ളാം, അതെന്റെ ലൈഫ് ലോങ് എനിക്ക് മൂല്യം അത് പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ അത് എന്റെ ലൈഫ് ലോങ് എനിക്ക് പാലിക്കണം എന്ന് തോന്നിയ ആരെങ്കിലും പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള കറപ്ഷനെതിരെയുള്ള സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതാണ്. കറപ്ഷന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിലും ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യാതൊരു ഇൻഫ്ലുവൻസും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള ചിന്തയും. കറപ്ഷൻ ഫ്രീ ആയിട്ട് മാക്സിമം ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഒരു റോൾ മോഡൽ ഒക്കെ ഉണ്ടോ ലൈഫില്? ഞാനൊരു പൊളിറ്റിക്കൽ ഗുരുവായിട്ട് കണ്ടിരുന്ന ആള് അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. പി വിശ്വംഭരൻ എന്ന് പറയും. അദ്ദേഹം MP ആയിരുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തൊട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം 2016 മരണപ്പെട്ടു പോയി. വളരെ സംശുദ്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ എന്തോ ഒരു നമ്മൾ ആളിൽ ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവണമെങ്കിൽ ആ ആളിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂല്യം ഉണ്ടാവില്ലേ? അദ്ദേഹം വളരെ പ്രിൻസിപ്പിൾഡ് ആയിരുന്നു. കറപ്ഷൻ ഇല്ലായിരുന്നു. MP ആയിരുന്നു, MLA ആയിരുന്നു. ഒരിക്കൽ കാലുമറിച്ചെന്നാൽ കേന്ദ്രത്തിൽ മന്ത്രിയാക്കാന്ന് പറഞ്ഞപ്പം വരത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ വലിയ ത്യാഗങ്ങൾ സഹിച്ച ഒരാളാണ്. ഈ പൊളിറ്റിക്സിൽ ഇപ്പൊ ഈ ഒരു മേഖലയിൽ സാറിന് ഉറ്റ സുഹൃത്തുക്കൾ ഇപ്പൊ പഠിച്ചെടുത്തും നമുക്ക് ഇതിലുണ്ടാവും. അതല്ലാണ്ട് ഈ ഒരു മേഖലയിൽ സാറിന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? അധികമില്ല. എനിക്ക് താരതമ്യേന മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് സുഹൃത്തുക്കൾ കുറവാണ്. കാരണം പലതാണ്. ഒന്ന്, ഞാനൊരു വഴി വിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ കൃത്യമായ ദിശാബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലർക്കുമുള്ള അവരുടെ താല്പര്യങ്ങൾ എന്നിലൂടെ സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പല പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും അടുത്ത സുഹൃത്തുക്കളായ ആളുകളൊക്കെ പല ഘട്ടങ്ങളിൽ ഒഴിഞ്ഞു പോയി ലൈഫിൽ റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. റിഗ്രറ്റ്സ് എല്ലാവർക്കും അതിലേക്ക് ഇങ്ങനെ പോരുന്ന ഇങ്ങനെ പോകാന്നൊക്കെ ആലോചിക്കാമല്ലോ. ഐ എം ഹാപ്പി വിത്ത് ദി സിറ്റുവേഷൻ. റീസെന്റ് ആയിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ടൈം ഇപ്പം ഉണ്ടായിരിക്കാം, ഇപ്പൊ വന്നു എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്വകാര്യമാണ്. കൊച്ചുമോടെ കൂടെ കളിക്കുന്ന സന്തോഷമുള്ള കാര്യമാണ്. സാർ ഓഫ് കോഴ്സ് ഫാമിലി മാൻ ആണല്ലേ? നല്ലപോലെ ഗ്രാൻഡ് ഡോക്ടറായിട്ട് വലിയ എളുപ്പമാണ്. അല്ല, മക്കളോടും ഒപ്പം. ഇപ്പൊ സാറിന്റെ കൂടെ ഉണ്ടോ? ഇല്ല, ബാംഗ്ലൂരില്. വേണമെങ്കിൽ സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയല്ലേ ആളെ? ആളെത്ര അയക്കുന്നതാണോ? ഇല്ല, ഇപ്പൊ പ്രായം 7 വയസ്സായി. ഓ, അത്രയായി. രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും സാർ ആരാകുമായിരുന്നു? അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ. ഞാന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അത് വലിയ രസമാണ്. ഒരിക്കലും ഒരാള് ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കാൻ, ഒരു മർത്തോമാ സഭയുടെ യോഗത്തിൽ ടി തോമസ് അച്ഛന്റെ മകൻ അച്ഛനായി വരേണ്ട ആളാണ്, ബിഷപ്പാകേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചോണ്ടിരുന്നു. അപ്പൊ വേദിയിലിരുന്ന ക്രിസോസ്റ്റം തിരുമേനി മൈക്കിങ് മേടിച്ചിട്ട് പറഞ്ഞു, മർത്തോമാ സഭയെ ദൈവം കൈവിട്ടിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ദൈവം സഭയെ കരുതുന്നുള്ളത് നിങ്ങൾക്ക് മുഖ്യമായല്ലോ എന്ന്. ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. യൂഷ്വലി നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അതാണ്, അച്ഛൻ ഓഫ് കോഴ്സ് ഫാദർ അച്ഛനാകുമ്പോൾ നമ്മളും ആ ഒരു പാത പിന്തുടർന്നാ പോകണ്ടേ. സാർ എപ്പോഴാണ് ഡീവിയേറ്റ് ചെയ്തത് ഈ ഒരു? ഞാൻ അടിയന്തരാവസ്ഥ 1975 നാട്ടിൽ പ്രഖ്യാപിച്ചപ്പോ ഞാനന്ന് ഒരു സഭാ പിതാക്കന്മാരുടെ ഒക്കെ അടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അന്ന് മർത്തോമാ സഭയുടെ അധീവനായിരുന്ന ഡോക്ടർ യുഹാനൻ തിരുമേനി അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു. ഞാൻ ആ കത്ത് കണ്ടതാണ്. അതിൽ നിന്നുള്ള പ്രേരണയിലാണ് പൊതു രാഷ്ട്രീയത്തോടും ഒപ്പം ഒരു പൗരാവകാശ സംരക്ഷണം എന്ന ആശയത്തോടു കൂടി ചേർന്ന് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വർക്ക് തുടങ്ങിയാണ് ജനതാ പാർട്ടിയിലെത്തിയത്, ജനതാദളായി മാറിയത്. എനിക്ക് ചെറുപ്പത്തിൽ ഈ സ്റ്റേജ് ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ പ്രസംഗ വേദികളൊക്കെ. തീർച്ചയായിട്ടും അതിലേക്കൊക്കെ വരാനും. പിന്നെ സാർ അതിലേക്ക് കൂടുതൽ പഠിച്ചു അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ പൊളിറ്റിക്സ് പഠിച്ചത് പിന്നെ ആദ്യം ഇതുകൊണ്ട് വന്നത്. ടൈം ട്രാവൽ ചെയ്ത് നമുക്ക് തിരിച്ച്
നമ്മുടെ ചെറുപ്പം മുതൽ ഇപ്പൊ ഇത്ര നാൾ നമ്മൾ ജീവിച്ചു, തിരിച്ചു പോകാൻ നമുക്കൊരു ചാൻസ് കിട്ടുവാണ്, ടൈം ട്രാവൽ ചെയ്ത്. ഓക്കെ, ഇതാ ഇപ്പൊ ഒരു വിഷയം തരുവാണ് സാറിന്. സാർ ഏത് കാലഘട്ടത്തിലോട്ടായിരിക്കും, അതിൽ ഏത് വയസ്സ്, ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും പോകാൻ സാർ? ഞാൻ കോളേജിൽ ക്യാമ്പസ് ലൈഫിലേക്കായിരിക്കും. അതെന്തായിരിക്കും അങ്ങനെ? സന്തോഷമുള്ള കാര്യം, നല്ല എനർജറ്റിക് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ആളുകളെ സംഘടിപ്പിച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തി. അന്ന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കില്ലേ? ഇപ്പൊ തിരിച്ചു പോവാണെങ്കിൽ സാർ അതെന്ത് ചെയ്യുമായിരിക്കും? ചെയ്യാൻ പറ്റാത്തതായിട്ട് എനിക്കങ്ങനെ ബാക്കി വെച്ചിട്ടൊന്നുമില്ല. മുഴുവൻ സമയം ഞാനന്ന് കോളേജ് യൂണിയൻ ഞാൻ എനിക്ക് ഇതും കൂടി ചെയ്യാമായിരുന്നു. ചെയർമാനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കോളേജ് യൂണിയൻ തോറ്റുപോയി. ഒന്നുകൂടെ പോയി ചെയർമാനായ കൊള്ളാമെന്ന് വിചാരിച്ച എംബസിക്ക് പോയി ജോയിൻ ചെയ്തത്. പക്ഷെ എംബസി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയെ സമ്മതിച്ചില്ല. പാർട്ടി കൗൺസിലായിട്ട് മത്സരിച്ചാൽ മതി. ഓ, അങ്ങനെ തിരിച്ചു പോയാൽ ചെയർമാൻ ആവണം. ആ ഒരു വിഷ് മാത്രം ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ ക്യാമ്പസ് അത്രയും സജീവമല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ വലിയ, അന്നത്തെ ക്യാമ്പസ് കിട്ടിയാൽ കോളേജ് രാഷ്ട്രീയം കുറച്ചും കൂടി, ക്യാമ്പസുകൾ അത്ര ആക്റ്റീവ് അല്ല. ഉള്ള ക്യാമ്പസ് തന്നെ കുട്ടികൾക്കൊന്നും ഒരു താല്പര്യം ഒന്നിലുമില്ല. അങ്ങനത്തെ ഒരു പോക്കല്ലേ. ഓക്കെ. ഈവൻ ഇപ്പൊ കൊച്ചുമകളുടെ കൂടെ ഇപ്പൊ ചെലവാക്കുന്ന സമയമാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് സമയം എന്ന് പറഞ്ഞില്ല. എന്തായിരിക്കും ആളുടെ കൂടെ ആ ചെലവാക്കാൻ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു മൊമെന്റ് വല്ലതും ഉണ്ടോ? നിങ്ങൾ യാത്രകളൊക്കെ പോകാറുണ്ടോ? യാത്രകൾ കുറവാ. സാർ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? ട്രാവൽ ആണല്ലോ മുഴുവൻ നേരവും. അതെ. അല്ല, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി ഞാൻ ഫാമിലിയായിട്ട് മാത്രം പോകാറുള്ളൂ. അങ്ങനെ ശരിക്കും ഫുൾ ടൈം സാറ് അപ്പൊ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം അതൊക്കെ ഭയങ്കര കുറവാണ്. ഈ അടുത്ത സമയത്ത് ലക്ഷദ്വീപ് വരെ പോയി ഞാനും വൈഫും കൂടെ. അതാണ് ഈ മക്കളുടെ അടുത്തേക്കൊന്നും അവര് വന്ന് കാണുമായിരിക്കും. ഇടയ്ക്ക് പോകും, വന്ന് കാണും. അല്ല, മൊത്തം നമ്മുടെ ഇന്ത്യയിൽ പുറത്തോട്ടൊക്കെ അങ്ങനെ പോയി ട്രാവൽ ചെയ്യാറൊക്കെ വളരെ ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം മദർ തെരേസയെ വിശുദ്ധയെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പ്രതികരിച്ചു പോകണമെന്ന് പറഞ്ഞു പോയി. പബ്ലിക് മാനാണ്. ഹാപ്പിയാണ്. പിന്നെ സന്തോഷം. ഓഫ് ബീറ്റ് മൊമെന്റ്സിന്റെ വക സാറിന് ഒരു സ്നേഹ സമ്മാനമുണ്ട്. സന്തോഷം. കഷ്ടപ്പെട്ട് ഞങ്ങള് കണ്ടുപിടിച്ചു. ഒരു 40 കൊല്ലം മുമ്പുള്ള എന്റെ പടമാണ്. ആണല്ലേ? ഇതില് എത്ര വയസ്സുണ്ട് സാറിന്? 23 വയസ്സ്. എനിക്ക് PG. 25ാമത്തെ വയസ്സ് ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പോസ്റ്റിൽ അടിച്ച പടം ഇതാണ്. MSc പഠിക്കുന്ന കാലത്തെ പടമാണ്. അന്ന് മർത്തോം കോളേജിൽ കൗൺസിലായിട്ട് മത്സരിക്കുമ്പോൾ കോളേജിൽ ഉപയോഗിച്ച പടമാണ്. അത് തന്നെയാണ് 87 ഇലക്ഷനും യൂസ് ചെയ്ത് ഉപയോഗിച്ച് തലവെല്ലാം ഉള്ള കാലത്തെ പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓഫ് ബീറ്റ് മൊമെന്റ്സിന്റെ ആദ്യത്തെ ഗസ്റ്റ് ആണ് സാറ്. ഉള്ളത് പറഞ്ഞാൽ സാറില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭവും നടക്കില്ലായിരുന്നു. നമുക്ക് സാറിനെ കൂടെ തന്നെ നമ്മുടെ തിരുവല്ലയിൽ സാറിൽ കൂടെ തന്നെ തുടങ്ങണം നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ ഓഫ് ബീറ്റ്സിന്റെ പ്രേക്ഷകരോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഫ് ബീറ്റ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഇനി കാഴ്ചവെക്കുന്ന എല്ലാ എപ്പിസോഡുകളും സന്തോഷം നൽകുന്നതാവട്ടെ. ഇന്നത്തേതുപോലെയോ അതിൽ കൂടുതലോ എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്നുണ്ടാകണം. നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റൊരാൾ അയക്കൊരു പ്രയോജനം ഉണ്ടാകണം എന്നതായിരിക്കും നമ്മുടെ എപ്പോഴുള്ള നമ്മുടെ ഒരു മോട്ടീവ്. അങ്ങനെ നല്ലത് എല്ലാവരും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വലിയ തോതിൽ നന്മയുണ്ടാകും. ആ നന്മയിലേക്ക് നാടിനെ നയിക്കാൻ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാകാം. എല്ലാവർക്കും നമസ്കാരം.